അല്ല ഞാൻ ഇന്നലെ വരണ്ടാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വന്നേ? നീ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് അതെനിക്ക് ഇന്നലെ രാത്രി മനസ്സിലായിട്ടില്ല ഞാൻ എന്തിനാ വന്നേന്ന്. അത് നീ വന്ന മനസ്സിലായി എനിക്ക്. എന്തിനാ ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വന്നേന്ന് ചോദിച്ചു. എടി നീ വരണ്ടാന്ന് പറഞ്ഞാല് പറഞ്ഞിട്ട് ചെക്കൻ കേക്കണ്ടേ? ചെക്കൻ കേൾക്കൂല. ചെക്കൻ ഇങ്ങനെ തല പൊക്കിക്കൊണ്ട് നിൽക്കുന്നു, വാ പോവാന്ന് പറഞ്ഞിട്ട് ഞാനെന്നാ വേണ്ടേ? എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ വിളിച്ചത്. അല്ല ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് അനക്കെന്തെങ്കിലും കാര്യമുണ്ടോ അതിനെക്കൊണ്ട്? എനിക്കൊന്നും കാര്യമില്ല എന്ന് പറയുന്നതില് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാ? എന്റെ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ഇന്നലെ ഉറങ്ങാൻ പെട്ട പാടാ എനിക്കേ അറിയും. ഉറങ്ങാൻ പറ്റില്ല? എന്ത് പറ്റി? നീ ഇത് ചെയ്ത് നിന്റെ ഇതെല്ലാം തീർത്തിട്ട് നീ പോയി. അതെ പിന്നെ ഇതൊന്നയ്യോ. ഓ നിന്റെ ഇന്നലെ ഒന്നും നടന്നിട്ടില്ലേനോ? ഇല്ല. നടക്കൂലല്ലോ, അതുകൊണ്ടല്ലേ. എങ്ങനെ നടക്കാനാ? ഞാൻ പറഞ്ഞിട്ടേ നീ അധികം ഇനി മനസ്സിൽ കൊടുക്കണ്ട, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ശരിയാക്കാന്നല്ലേ ഞാൻ പറഞ്ഞിന്. നല്ല ആളാണ്. ഏതാ സാധനം അവരവരെ കാര്യം നടക്കാൻ വേണ്ടിട്ട് എങ്ങനെയായാലും വരുമല്ലേ? എന്റെ കാര്യം നടക്കാൻ വേണ്ടിട്ടൊന്നല്ല, ഞാന് വരണ്ടാന്ന് വിചാരിച്ച, നീ വരണ്ടാന്ന് വിചാരിച്ച. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ എന്നാ പറയണ്ടേ, ഞാന് അത് മാത്രല്ലല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അടുത്തും താഴെയുമുള്ള എന്റെ ആ ഒരു ആകാര പഠിപ്പും ഭംഗിയൊക്കെ ഇങ്ങനെ ആലോചിച്ചു തരാം. ചെക്കൻ പറഞ്ഞു പോവാ. ഇനി വരുമ്പോഴെങ്കിലും അന്നേം കൂടി ഒന്ന് ആലോചിച്ചിട്ട് വരണം കേട്ടാ. എല്ലാം ഞാൻ നിന്നെ തന്നെ കംപ്ലീറ്റ് ആലോചിച്ചത്, അതുകൊണ്ടല്ലേ വരേണ്ടി വന്നത്. അതല്ല പറഞ്ഞത്, അനക്കും കൂടി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇനി വരണ്ടൂന്നാ പറഞ്ഞത്. അങ്ങനെയല്ല, നിനക്കും കൂടി കാര്യം ഉണ്ടല്ലോ. ബാക്കി ഒരു സംഭവം ഇല്ലെങ്കിലും ബാക്കിയെല്ലാം നമ്മള് ഒരുപോലെയല്ലേ ആസ്വദിച്ചത്. ആളെല്ലാം പരിഞ്ഞു വെട്ടിട്ട് ആസ്വദിക്കും. ഓ അതാ, എന്താ പറയാ, അതെ. ഒരു സ്ഥലം അടച്ചു പൂട്ടിയാലും നമുക്ക് വേറെ ഒരുപാട് ഇടങ്ങൾ തുറക്കാനുണ്ടല്ലോ. എനിക്കല്ലേ തുറക്കാനുള്ളത്, മറ്റില്ലല്ലോ. അല്ല എന്നാലും എന്നിട്ടിപ്പോ എന്താ പറയാ, തീരെ ഒരു ഗുണമില്ലാണ്ടൊന്നുമില്ല. കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഗുണമുണ്ടല്ലേ. ഞാൻ അമ്മാതിരി കുറെ ഗുണങ്ങളെല്ലാം ആക്കി തന്നിട്ടില്ലേ പോയി. അല്ല ഞാൻ ഇന്നലെ ഗ്രിൽസ് തുറക്കൂലേനും, പിന്നെ നീ ഇവിടെ വീടിനടുത്ത് വന്നിട്ട് ഞാനിത് എത്തി നീക്ക് തുറക്കെന്ന് പറയുമ്പോ പിന്നെ ഞാനെന്നാ ചെയ്യാ? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതും പോരെ. അല്ല ഞാൻ വിചാരിച്ചത് ഇത് വേറെ ആരോ അടക്കാൻ മറന്നുപോയതാന്നാ വിചാരിച്ചത്. അയ്യോ, നീ തുറക്കൂല ഞാൻ വിചാരിച്ചു, സത്യം പറഞ്ഞത്. ഞാൻ തുറക്കൂലേനും. നീ ഇവിടെ അടുത്തെത്തിയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് തുറക്കെന്ന് പറയുമ്പോ പിന്നെ ഞാൻ ചെയ്യാ? എടി അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം അനുഭവങ്ങൾ കിട്ടിയെന്നല്ലേ. കാലിന്റെ ഉപയോഗം മുമ്പ് എനിക്ക് മനസ്സിലാക്കി തന്നെയാണ്. കാലിന് ഉപയോഗമുണ്ട്. പിന്നെ എന്താ പറയാ, അതിന്റെ തൊട്ട് മേലെയുള്ള കരിക്കിന്റെ ഉപയോഗം വെറും കരിക്ക് കുടിക്കൽ മാത്രമല്ല, കരിക്കിങ്ങനെ അടുത്ത് വെച്ചാൽ ഇങ്ങനെയും ഒരു പ്രയോജനം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അതിന്റെയൊക്കെ ഒരു ഗുണമുണ്ടല്ലോ. കരിക്ക് എന്നുള്ള ഇങ്ങനെയാണ് 2-3 കാര്യങ്ങൾക്ക് നമുക്ക് കരിക്ക് ഉപയോഗിക്കാം. അതാ പറഞ്ഞേ. പിന്നെ ബാക്കിലെ കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ അതാ പറഞ്ഞ ഒരുപാട് സംഭവമില്ല. നീ ശരിക്കും പറഞ്ഞ ഒരു തെങ്ങാന്ന്, എല്ലാം ഉപയോഗിക്കാം. എല്ലാം ഉപയോഗിക്കാം. ഇല്ല, അതിന്റെ ഓല ഉപയോഗിക്കാം, മട്ടൽ ഉപയോഗിക്കാം, പാണ ഉപയോഗിക്കാം, പിന്നെ തേങ്ങ, എന്തെല്ലാം കാര്യത്തിന് ഉപയോഗിക്കാം. അതുപോലെയാണ് നിന്റെ ഒരവസ്ഥ. എല്ലാം ഉപയോഗിക്കും, ഒന്നും കളയാനില്ല. നമ്മള് തളപ്പെട്ടിട്ട് കയറുന്നൊരു പാവം തെങ്ങുകയറ്റക്കാരൻ, എല്ലാണ്ടും എന്ത് ചെയ്യാന്? നമ്മള് ഒരു തെങ്ങുകയറ്റക്കാരൻ മാത്രല്ലേ. കയറുക ഇറങ്ങുക, ഇതല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. അതുകൊണ്ടാണല്ലേ ഇന്നലെ എന്നെ ഓർമ്മിച്ചിട്ട് വന്നതല്ലേ. കാരണം എല്ലാ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങ് ഉണ്ടാകുമ്പോ ഞാൻ എന്താ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഇല്ലേ? ഇനി ഇങ്ങനെ വന്നാ ഞാൻ തുറക്കുകയില്ല. ഞാൻ പറഞ്ഞിട്ടാ, ഇനി വീടിന്റെ അടുത്തല്ല എവിടെ വന്നാലും ഞാൻ തുറക്കൂല.
നീ അവിടെ സ്ഥിരമായിട്ട് നിൽക്കൂല്ലോ, നീ പോവൂലേ? പിന്നെന്നാ അവിടെ വരില്ല. ഏടിയായാലും പറഞ്ഞേ അങ്ങനെ പറയല്ലാന്ന്. ഇതിനിപ്പോ 2 ദിവസത്തെ കാര്യല്ലേ? അല്ല അങ്ങനെയല്ല, നിനക്ക് നീ മാറാൻ 2 ദിവസമല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്താ വേണ്ട വെച്ചാ എങ്ങനെ വേണ്ടിക്കും ചെയ്യാലോ, ആവാലോ. വേണ്ട മോനെ, നിനക്ക് കാര്യമില്ലാണ്ട് നീ ഇങ്ങോട്ട് തരണ്ട. അതല്ല, നിനക്ക് കാര്യം ഉണ്ടായിട്ടേ ഞാൻ വരുള്ളൂ. അതാ നല്ല. പക്ഷേങ്കില് തീരെ ഇല്ലാന്ന് പറയല്ല കേട്ടാ. അല്ല 2 ദിവസം ഇനി എനക്ക് നല്ല ഇതില് ഉറങ്ങാനല്ലേ. ഇന്നലെ ഒന്നും നിന്നെ സൂചിപ്പിച്ചിട്ടില്ലേ ഉറക്കിന്? അതല്ല പറഞ്ഞത്, നീ വരൂലല്ലോ. ഞാൻ വന്നാലാണാ, ഇനി ഞാൻ പിന്നെ വിളിച്ചാലും വരൂല കേട്ടാ. അങ്ങനെ പറഞ്ഞാല് അങ്ങനെ ശരിയാവില്ല. അനക്കും കൂടി പറ്റുന്ന സമയാണെങ്കിൽ ഞാൻ വിളിക്കും. വേണ്ട, നീ ഒരു കാര്യം ചെയ്യ, മുണങ്ങനായ കെട്ടിയവനോട് പറ, എല്ലാം ചെയ്തു തരാൻ. അങ്ങനെ പറയുന്നേ പിന്നല്ല ഇല്ല. ശരിയല്ല കേട്ടാ. പക്ഷെ നീ അയാൾക്ക് എന്താ പറയണ്ടേ, ഓഫീസിൽ പോകാനും വരാനും അല്ലാണ്ട് വരുന്ന പുല്ല അറിയാവുക. അത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളൊക്കെ വന്നിട്ട് നീ എന്താ പറയാ, നിന്നെ ഞാൻ അങ്ങ് ഏടി എത്തിക്കുന്നുണ്ട്. മറ്റേ ഇങ്ങനെ ഞാൻ പറഞ്ഞാല് അങ്ങനെ അനുസരിക്കുന്നുണ്ടല്ലോ. അനുസരിക്കാനേ പറ്റൂ. നമ്മളങ്ങനെയല്ലല്ലോ. നമ്മളെന്നാ പറയണ്ടേ, നീ കാണാതെ എന്തെല്ലാം ലോകങ്ങൾ നിന്നെ കാണിച്ചു തരുന്നുണ്ട് ഒരു ദിവസം വന്നിട്ടാകുമ്പോ. അതിന്റെയൊക്കെ ഒരു നന്ദി എന്നുള്ള ഇതില് വേണം കേട്ടോ. ഇന്നലെത്താലോ പേടിച്ചിട്ട് നരകവും കാണുന്നുണ്ട്, സന്തോഷം കൊണ്ട് സ്വർഗവും കാണുന്നുണ്ടല്ലേ. നീ പേടിക്കുന്നുണ്ട്. എന്ത് പേടിയാ? ഞാൻ വളരെ പേടിയൊന്നും കാണില്ലല്ലോ. ഞാൻ വിചാരിച്ച് നിന്റെ വർത്താനം കേട്ട് നിന്റെ അമ്മയാട്ടെ നീ വന്ന് നോക്കിയോളി. പിന്നെ തീർന്നു. എന്നാ ഒരു ക്ലിയർ ഇല്ലാതെ സംസാരിക്കുമ്പോ ആരും കൊണ്ട് അടുത്ത് ക്ലിയറിലുണ്ട്. ഞാൻ ഇവിടെ തന്നെയല്ലേ ഉള്ളത്, റേഞ്ചില്ലേ? റേഞ്ചെല്ലാം ഉണ്ട്. എന്തോ ഒരു സ്ലിപ്പ് പോലെല്ലാം തോന്നിയോണ്ട് ചോദിച്ചതാ. പിന്നെ എനിക്കല്ലേ പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. വേറെ പിന്നെ ഇതെല്ലാം തന്നെ. അല്ല വേറെ എന്താ വെച്ചാല് കൂടി പറയാനി ഇത്രയൊക്കെ ആയി. അല്ല ഇനിയിപ്പോ വൈകുന്നേരം ആകുമ്പോ ചെക്കൻ പിന്നെയും പറയും നമുക്ക് പോവാന്ന്. ചെക്കൻ പറഞ്ഞാല് ഒന്ന് കൊടുക്കുക, എന്നിട്ട് അനങ്ങാണ്ടിരിക്കുക. ഇന്നേക്ക് വരണ്ട, വൈകുന്നേരം ഒന്നും കൂടെ അങ്ങോട്ട് ചവിട്ടിയാലോ. പിന്നെ നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇനി 2 ദിവസത്തേക്ക് ഒന്നുമില്ല. 2 ദിവസത്തേക്ക് ഒന്നുമില്ലാന്ന് പറയുമ്പോഴുള്ള പ്രശ്നം അറിയുമോ? എനിക്ക് ഉറങ്ങാൻ കഴിയും, പക്ഷെ എനക്ക് ഉറങ്ങാൻ പറ്റണ്ടേ. വീട്ടിൽ പോകാണ്ട് നിന്ന് തന്നെ വിചാരിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട്. റെസ്റ്റ് എടുക്കാലോന്ന് വെച്ചിട്ടാ? റെസ്റ്റ് തന്നെയല്ലേ ഇത്. എന്ത് റെസ്റ്റ്? പിന്നെ ഇതെല്ലാം തന്നെയല്ലേ റെസ്റ്റ്. അങ്ങനെയല്ലടോ, നമ്മക്ക് എന്നാ പറയാ, ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ കഥയും പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണും വെച്ച് കിടന്നൂടെ? കാലും കൈയും മറ്റേ ഇത് കൈക്കും ഉള്ള എല്ലാം ഉണ്ട്. അല്ല സന്തോഷിച്ചു. നിന്റെ സത്യാലല്ലേ, ഞാൻ പുറത്തുനിന്ന് എന്തെന്ന് എത്തിക്കഴിഞ്ഞാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്ത് വണ്ടിക്ക് നമുക്ക് അടിയുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു. ഇനി 2 ദിവസം ഇന്നും നാളെയാ? മറ്റന്നാള് വരാല്ലേ? മറ്റന്നാള് ഞാൻ നോക്കിട്ട് വിളിക്കുക. ഇനി അങ്ങനെ പറ്റും. എന്നാ ഞാൻ വീട്ടിൽ പോവല്ലോ. അത്ര വലിയ കടുത്ത തീരുമാനം എടുക്കണം. പിന്നെന്നാ വേണ്ടേ?
വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോണോ? ഉം. വീട്ടിലൊന്നും പോണ്ടാന്ന്. അയാളോട് ഇടയ്ക്കൊന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പോരെ? അത് കണ്ട അച്ഛനമ്മേനെ നോക്കാൻ പറഞ്ഞ് നീ അവിടെ തന്നെ നിൽക്കുക ഒരു മാസം. അച്ഛനമ്മേനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിൽക്കും. നിന്റെ ചെറിയ കുട്ടീനെയും കൂട്ടിയിട്ട് അയാളോട് വൈകുന്നേരം വരാൻ പറഞ്ഞ പോരെ? വൈകുന്നേരം തന്നെ അയ്യോ. അല്ല അങ്ങനെ ഇന്ന് വന്നാല് നീ എന്താ ചെയ്യാം? ഇങ്ങോട്ട് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ. ആ അത് ശരിയാ. നാളെ എന്നാല് അയാളോട് ഇന്ന് വരാൻ പറയാല്ലേ? പോയാ ഇല്ല, ഞാൻ പറഞ്ഞു പോയതാ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ജാതിയാണ്. അതായത് അയാള് രാവിലെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിക്കൂടെ എന്നാ പറഞ്ഞു. നിക്കണ്ട അയാളെ ആവേശത്തിനങ്ങ് പറഞ്ഞു പോയല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് വൈകുന്നേരം പറ്റൂല? പറ്റൂല. ശരിയപ്പാ. എന്നാ പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞിട്ട് രാത്രിയാകുമ്പോ തോന്നും വന്നിട്ട് വിളിക്കണം കേട്ടാ. ഇല്ല 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 ഇത് പറയാനല്ലേ തുറക്കൂലേ? നീ തുറക്കണ്ട, ഞാൻ തുറന്നോളൂ. ഓക്കെ, ഞാൻ തുറന്നു. ശരി ശരി എന്നാല്.